ആറാമത്തെ ദേശീയ സംസ്ഥാന സമിതിയാണ് നാഷണൽ ഓപ്പൺ സ്കൂള്, NOS, നാഷണൽ ഓപ്പൺ സ്കൂള്. ഭാരത സർക്കാരിന്റെയും മനുഷ്യ വിഭവശേഷി വികസന മന്ത്രി കാര്യാലയത്തിന്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. രണ്ടാമത്തെ പോയിന്റ്, വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ നാഷണൽ ഓപ്പൺ സ്കൂളിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ്. 13 ലക്ഷത്തിലേറെ പഠിതാക്കളെ ഉൾക്കൊള്ളുക വഴി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളായിട്ട് ഇത് വികസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എത്രയാണ്? 13 ലക്ഷത്തിലേറെ പഠിതാക്കളെ ഉൾക്കൊള്ളുന്നത് വഴി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളായിട്ട് ഇത് വികസിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്ന പ്രധാന പോയിന്റ്. ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ നാഷണൽ ഓപ്പൺ സ്കൂളിന്റെ. ഏഴാമത്തെ ദേശീയ വിദ്യാഭ്യാസ സമിതിയാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് NAAC എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, NAAC എന്തിനു വേണ്ടിയായിട്ട് നിലനിൽക്കുന്നത് എന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഏത്? നമ്മുടെ NAAC എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുക. 3, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധ്യാപനത്തിന്റെയും പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും ഗുണനിലവാരം ഉയർത്തുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മളെ പഠന രീതിയിലും അധ്യാപന മേഖലയിലും ഗവേഷണ മേഖലയിലെ എല്ലാം തന്നെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ NAAC ഫോം ചെയ്തിരിക്കുന്നത്. ഗുണമേന്മയെ ഉന്നതമാക്കുന്ന ഗവേഷണ പഠനങ്ങളും ഉപദേശക സേവനങ്ങളും പരിശീലന പരിപാടികളും ഏറ്റെടുക്കുക എന്നതാണ് നമ്മുടെ NAACന്റെ പ്രധാന ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉന്നത വിദ്യാഭ്യാസത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് NAAC. UGC സ്ഥാപിച്ച ഒരു സ്വയംഭരണ സ്ഥാപനം കൂടിയാണ്. അധ്യാപനത്തിന്റെ ആണെങ്കിലും പഠനത്തിന്റെ ആണെങ്കിലും ഗവേഷണത്തിന്റെ ആണെങ്കിലും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇവയ്ക്കുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമായിട്ടുള്ള സംസ്ഥാന കൗൺസിലാണ്, അതായത് SCRT ആണ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ് SCRTയുടെ പൂർണ്ണ രൂപം. SCRTയുടെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് നമുക്കിവിടെ നോക്കാം. NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തു സൂക്ഷിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ഒരു സമാന്തരമായിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ SCRT എന്ന് പറയുന്നത്. ആരുടെ മാർഗദർശനത്തോടു കൂടിയാണ്? NCERTയുടെ മാർഗദർശനത്തോടു കൂടി സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. Then സെക്കൻഡറി സ്കൂളുകളിലുള്ള അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിന്റെ നേരിട്ടുള്ള ചുമതല നമ്മുടെ SCRTക്കാണ് വരുന്നത്. കൂടാതെ ഡയറ്റ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്, ഡയറ്റ് സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് മാർഗദർശനം നൽകുകയും വിദ്യാലയങ്ങൾക്കുള്ള പാഠ്യപദ്ധതി വികസിപ്പിക്കുകയും നമ്മുടെ SCRT ചെയ്യുന്നുണ്ട്. ഗവേഷണ പഠനങ്ങൾ സ്വയം നടത്തുകയും ചെയ്യുന്നു. അപ്പൊ മേൽ പറഞ്ഞ ഇത്രയും വിവരങ്ങളാണ് നമ്മുടെ SCRTയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തതായിട്ടുള്ള ലാസ്റ്റ് വരുന്ന ദേശീയ സംസ്ഥാന സമിതിയാണ് ഡയറ്റ് എന്ന് പറയും. ഓക്കെ, ഡയറ്റ് വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമായിട്ടുള്ള ജില്ലാതല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഡയറ്റ് എന്ന് പറഞ്ഞത്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് എന്നതാണ് ഡയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ജില്ലാതലങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ജില്ലാതലങ്ങളിൽ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ നയങ്ങളെ രൂപീകരിക്കുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് നമ്മുടെ ഡയറ്റ് ആണ്. ജില്ലാതലത്തിലെ സ്കൂളുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ആര് നൽകുന്നുണ്ട്? ഡയറ്റ് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങള്, പരിപാടികള്, അതോടൊപ്പം തന്നെ പരീക്ഷണ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഡയറ്റ് ആണ്. ഡയറ്റ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദേശീയ സംസ്ഥാന സമിതികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളും കവർ ചെയ്തിരിക്കുകയാണ്.
ദെൻ നിങ്ങൾക്ക് എല്ലാവരും ക്ലാസ്സുകൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.